അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി. പ്രസംഗിക്കുന്നില്ല. സർവശക്തനായ നാഥ, പരമകാരുണ്യനായ അല്ലാഹുവേ, നിന്റെ അപാരമായ കരുണ കൊണ്ട്, അതിരുകളില്ലാത്ത ഉദാരത കൊണ്ട് ഇന്നിവിടെ പറയപ്പെട്ട എല്ലാ നല്ല വാക്കുകളും പരലോകത്ത് എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒന്നായി തീരാൻ നീ തുണയ്ക്കണമേ. ഈ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ട 25 പേരും അവരുടെ കുടുംബങ്ങളുമൊക്കെ പരലോകത്ത് പൂർണ്ണ ആരോഗ്യത്തോടെ സുന്ദരന്മാരായി യുവാക്കളായി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടുവാൻ എല്ലാവർക്കും നീ തൗഫീഖ് നൽകണമേ തമ്പുരാൻ. ഈ സ്ഥാപനം നടത്തുന്ന സക്കാരിന് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കാരണം എൻ്റെ പല പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ച എസ് അക്കാഡമിയാണ് എന്ന് മാത്രമല്ല, ഞാനും എൻ്റെ സഹപ്രവർത്തകർ ഇവിടെ തന്നെയുള്ള ബഹുമാന്യരായ മൂസക്കുട്ടി സാഹിബ്, വെട്ടിക്കാട്ടിയ മൂസക്കുട്ടി സാഹിബ്, നൗഫൽ സാഹിബ്, മഞ്ചേരിയിലെ ഹംസ സാഹിബ് പോലുള്ള ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പാണ്ടിക്കാട്ടെ സെൽവ ചൈൽഡ് കെയർ സെൻറ്റർ എന്ന സ്ഥാപനത്തിന് വേണ്ടി ഇവിടെ നിന്ന് പല പ്രാവശ്യം ഇവിടെ നിന്ന് വരികയും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാവശ്യമായ എല്ലാ മാർഗദർശനങ്ങളും ഞങ്ങൾ അന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും അത് ലഭിക്കും. അതുകൊണ്ട് ആ അർത്ഥത്തിലും ഈ സ്ഥാപന ഭാരവാഹികൾ കടപ്പാട് രേഖപ്പെടുന്നതോടൊപ്പം അതെല്ലാം പ്രപഞ്ചനാരൻ അതിരുകളില്ലാത്ത പ്രതിഫലം നൽകുന്ന സുഹൃത്തുക്കളായി സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ പഠിക്കുന്ന, ഇവിടെ വന്നു പോകുന്ന എല്ലാ കുട്ടികൾക്കും അള്ളാഹു ഭാസുരമായ ശോഭനമായ യശസ്സാർന്ന ഭാവി പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് ആ കുട്ടികളെല്ലാം ഈ ലോകത്തും പരലോകത്തും അനുഗ്രഹമായി മാറുമാറാട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സന്നിധി ചെല്ലുമ്പോൾ ഇവിടെ പരാമർശിക്കപ്പെട്ട 112 പുസ്തകങ്ങളും എനിക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നതായി തീരാൻ പ്രപഞ്ചനാഥൻ തുണയ്ക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, അവൻ്റെ പ്രവാചകന്മാർ, അവൻ്റെ സച്ചിദാസന്മാർ നോക്കി നിൽക്കെ ഇത് അള്ളാഹുവിനോട് കൊണ്ടുപോയി സമർപ്പിച്ച് അള്ളാഹുമായി അവരുമായി ഹസ്തദാനം ചെയ്ത് ആലിംഗനം ചെയ്ത് അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കുവാൻ എനിക്കും നമുക്കെല്ലാവർക്കും അള്ളാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ. അവൻ്റെ പ്രത്യേകമായ കാരുണ്യം നമുക്കെല്ലാം എപ്പോഴും ലഭിക്കുമാവട്ടെ. നമുക്ക് ഏവർക്കും മനസ്സിന് സമാധാനം, ശരീരത്തിൻ്റെ ആരോഗ്യം, വ്യക്തിത്വ വിശുദ്ധി, കുടുംബത്തെ സംതൃപ്തി, എല്ലാറ്റുപരി അള്ളാഹുവിൻ്റെ പ്രീതി, പ്രതിഫലം, നന്മ, ഖൈർ എല്ലാം നൽകുമാറാവട്ടെ. നമുക്ക് ഏവർക്കും നമ്മുടെ വീടുകൾ ശാന്തതയുടെ കേന്ദ്രമായി തീരുമാനട്ടെ. ഇവിടെ ഈ പരാമർശിക്കപ്പെട്ട 25 പേരുണ്ട്. അവർ യഥാർത്ഥത്തിൽ അവരോട് എനിക്ക് വലിയ കടപ്പാടുകളുണ്ട്. ഞാൻ അവരുടെ അഭിമുഖത്തിന് അവസാനം ചെന്നപ്പോഴൊക്കെയും വളരെ സന്തോഷത്തോടെ അവരെന്നെ സ്വീകരിച്ചു. അവർ പലരും എന്നെ സൽക്കരിച്ചു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ സൽക്കരിച്ചു, അങ്ങേയറ്റം സ്നേഹത്തോടെ പെരുമാറി. മാത്രമല്ല അവർ എല്ലാ വിവരങ്ങളും നൽകി. ആ വിവരങ്ങൾ ക്രോഡീകരിച്ച് ഏതാണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഞാനത് ക്രോഡീകരിച്ച് അവർക്ക് അയച്ചു കൊടുത്തു. വൈകാതെ അവരുടെ പ്രത്യേക അഭിപ്രായങ്ങൾ കൂടി തിരിച്ചയച്ചു തന്നു. അങ്ങനെയാണ് ഈ പുസ്തകം രൂപപ്പെട്ടത്. ഈ പുസ്തകം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ജീവസായാഹ്നത്തിലെ അവസാന കൃതിയാവുമെന്ന് എനിക്കിപ്പോൾ പറഞ്ഞുകൂടാ. അള്ളാഹുവാണ് തീരുമാനം എടുക്കുക. പക്ഷെ അങ്ങനെ ആയേക്കുമെന്നൊരു ഘട്ടത്തിൽ ധരിച്ചിരുന്നു. അപ്പോഴാണ് തോന്നുന്നത് മറ്റൊരു സംഭവം മുന്നിലേക്ക് കടന്നു വന്നത്. പക്ഷേ ഒരു പുസ്തകം കൂടിയുള്ള എഴുതാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അള്ളാഹു അനുഗ്രഹിച്ചെങ്കിലും ഇൻഷാ അല്ലാഹ് ഒരു മാസം കൊണ്ട് ഒരു പുസ്തകം കൂടി ഇൻഷാ അല്ലാഹ് വരും. അതാണെങ്കിലോ അനാഥ പൗത്രന്മാരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പുസ്തകമാണ് എന്നർത്ഥം. അനന്തരാവകാശം നിഷേധിക്കപ്പെടുന്ന ആയിരക്കണക്കിന് അനാഥ കുട്ടികൾക്കുള്ള ഒരു രക്ഷാകവചമായി മാറട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു പുസ്തകത്തിൻ്റെ രചനയാൽ പൂർത്തീകരിക്കാൻ ഒരു മാസം അള്ളാഹു ആയുസ് നൽകുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പൂർത്തീകരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കാൻ. നമുക്ക് ഏവർക്കും അവൻ എല്ലാ സൗഭാഗ്യവും നൽകുമാറാവട്ടെ. ഇനി ഒരു പ്രസംഗത്തിന് പ്രസക്തിയേ ഇല്ല. പക്ഷേ ഒരു കാര്യം, ഇവിടെ ഇതിൽ പങ്കെടുത്ത 25 പേർ പലരും ഇവിടെ വന്നു. അവർക്കെല്ലാം അനൽപമായ കടപ്പാടുകൾ ഞാൻ വ്യക്തിപരമായി കൂടി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ പുസ്തകം പ്രത്യേകിച്ച് വിതരണം ചെയ്യുന്ന ഹാജി സാഹിബിനോട്, ഹാജിക്കയോടുള്ള കടപ്പാടുകളും രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ പരാമർശിക്കപ്പെട്ട 3 ആളുകൾ ഇപ്പോൾ നമ്മുടെ ഈ ഭൂമിയിലില്ല. അതില്ലാത്ത ഒന്ന് ഹാറൂൺ സാഹിബാണ്. അദ്ദേഹത്തിന് നാമധേയത്തിലുള്ളൊരു സ്ഥാപനം ഞാൻ കഴിഞ്ഞ ആഴ്ച 8-10 ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ വെച്ച്, അഥവാ കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു. ആ പരിപാടിയിൽ ബഹുമാന്യനായ മജീദ് സാഹിബ് സൂചിപ്പിച്ച ആത്മഹത്യ തീരുമാനിച്ച ഹാറൂൺ സാഹിബിൻ്റെ തന്നെ
പ്രേരണയാൽ ജീവിതത്തേക്ക് തിരിച്ചു വന്ന് സഹായം ലഭിച്ച് ജീവിച്ച ചന്ദ്രൻ എന്ന സഹോദരൻ ആ പരിപാടിയിൽ അവിടെ പങ്കെടുത്തിരുന്നു എന്ന് ഞാൻ ഇന്നും ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരാമർശിക്കുക ഇല്ലാത്ത മറ്റൊന്ന് നിങ്ങൾക്കറിയാവുന്ന പോലെ റാബിയാണ്. അക്ഷരസാക്ഷ്യത്തിൻ്റെ മാത്രമല്ല, അവൾ ദേശീയ തലത്തിൽ പത്മശ്രീ നേടിയാണ്. പത്മശ്രീയായ റാബിയയാണ് ഇതിലുള്ള പരാമർശ. മറ്റ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്ത, ഭൂമിയില്ലാത്ത മറ്റാൾ. മൂന്നാമത്തേത് ബഷീർ സാഹിബാണ്, പെരിങ്ങത്തൂർ ബഷീർ സാഹിബാണ്. അദ്ദേഹത്തെ സഹധർമ്മിയെക്കുറിച്ചാണ് ഇതിൽ എഴുതിയത്. ആ 3 പേരും നമ്മുടെ കൂടെയില്ല. അവരുടെ എല്ലാം ബർസഹിയായ ജീവൻ വിജയകരമായി തീരുമാനട്ടെ എന്ന് ഹൃദയം പ്രവർത്തിക്കുന്നതോടൊപ്പം അവരെയും നമുക്ക് സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടി ആലിംഗനം ചെയ്ത് ഹസ്തദാനം ചെയ്ത് ആലിംഗനം ചെയ്ത് സന്തോഷിക്കുവാനുള്ള അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, വിശിഷ്ടാതിഥികളെ, ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരായ ട്രസ്റ്റ് ചെയർമാൻ അംഗങ്ങൾ, ഇവിടെ എത്തിയ എൻ്റെ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ട സമാദരണീയരായ ബഹുമാന്യരായ മഹൽ വ്യക്തികളെ, സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനികളെ, സമാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മിലേവരും പ്രപഞ്ചനാഥനായ ദയാനിധിയായ അള്ളാഹുവിൻ്റെ അനുഗ്രഹാശിസുകൾ സദാ വർഷിക്കുമാറാവട്ടെ. ഞാൻ ആമുഖ ഭാഷണം നടത്തേണ്ടതില്ല. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പുസ്തകം രചിക്കാനുള്ള പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഒരു യാദൃശ്യം എന്ന് പറയാം, അതിനേക്കാൾ ഉപരി അള്ളാഹുവിൻ്റെ ഒരു വിധി എന്ന് പറയാം. ഒരു പക്ഷേ ഞാൻ ഈ ലോകത്തോട്, എൻ്റെ ജീവിത സായാഹ്നത്തിൽ ഈ ലോകത്തോട് വിട പറയാൻ കാത്തിരിക്കുമ്പോൾ അള്ളാഹു എന്നെക്കൊണ്ട് ചെയ്യിച്ച ഒരു കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കൽ ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇവിടെ ജോലി ചെയ്തിരുന്ന നിസ്താർ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. അത് മറ്റൊന്നുമല്ല, തലശ്ശേരിയിലുള്ള സ്ഥാപനവുമായി ബന്ധപ്പെട്ട സോവനിലേക്ക് ഒരു ആർട്ടിക്കിൾ ആവശ്യപ്പെട്ടു. ആ ആർട്ടിക്കിളിൽ എൻ്റെ ചെറുപ്രായം മുതൽ ഇത്തരം ആളുകളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ, അവിടെ നിന്ന് ലഭിച്ച പാഠങ്ങൾ, ഇതെല്ലാം അതിൽ ജന്മനാ ശാരീരികമായി പ്രയാസമുള്ളവരോ അല്ലെങ്കിൽ അപകടങ്ങളിൽ വേണ്ടി യാദൃശ്യമായി സംഭവിച്ച ആളുകളുമൊക്കെയുള്ള അവരുമായുള്ള ഞാൻ പങ്കുവച്ച അനുഭവങ്ങൾ, അതെൻ്റെ ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായതായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ വാരാദ്യ മാധ്യമത്തിൽ ഞാൻ പ്രകാശരേഖ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അതിലെഴുതിയ ചില കുറിപ്പുകൾ ഏറ്റവും അധികം സ്വാധീനിച്ചത് അത് ബഷീർ എന്ന പെരിങ്ങത്തൂരിലെ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത സഹോദരൻ ബഷീറിനായിരിക്കും. ബഷീർ ആ കുറിപ്പ് വായിച്ച് അദ്ദേഹത്തിന് അല്പം ആശ്വാസം കിട്ടിയപ്പോൾ അദ്ദേഹം കാറിൽ ഓഫീസ് വെള്ളിമാട് കുന്നിൽ എന്നെ തേടി വന്നു. എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു, ഒരാളെ കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അകത്തേക്ക് വന്നോട്ടെ. എൻ്റെ ഓഫീസ് വന്നു. വരാൻ വിരോധമല്ല. അപ്പോൾ അവന് വരാൻ കഴിയില്ല. അദ്ദേഹത്തിന് കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല, ഇരിക്കാനും നടക്കാനും കഴിയില്ല. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ കാറിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അതിലുണ്ടായിരുന്നു ബഷീർ. പൂനായിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ നട്ടലിന് ക്ഷതം ബാധിച്ച് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിയായ ഫരീദയുടെ കൂടെ വന്ന ബഷീർ അന്ന് ആരംഭിച്ചതാണ് സ്വാഭാവികമായും ശാരീരികമായി പ്രയാസമുള്ള, അതേസമയം ജീവിതത്തിൽ ബഹുമാന്യനായ ഇദ്രീസ് സാഹിബ് സൂചിപ്പിച്ച എല്ലാവരുടെയും സജീവമായ ശ്രദ്ധ പതിയേണ്ട ആളുകളെക്കുറിച്ചുള്ള എൻ്റെ അന്വേഷണവും എൻ്റെ പഠനവുമൊക്കെ. അതിനൊരു ഘട്ടത്തിൽ തീർച്ചയായും ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കുഞ്ഞബ്ദാസ് സാഹിബുണ്ട്. 1991-93 അദ്ദേഹത്തിന് ഒരു അപകടം പറ്റിയപ്പോൾ അദ്ദേഹം വാരാദ്യ മാധ്യമത്തിൽ ആ കുറിപ്പ് വായിച്ച് എന്നെ കാണണമെന്ന് ആഗ്രഹം പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഉമർ സാഹിബിനോട് ഉയരം പറഞ്ഞു. ഞാൻ കോഴിക്കോട്ടെ വ്യാപാരിയായ ഉമർ സാഹിബ് എന്നെ കൂട്ടി അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നു. അന്ന് അദ്ദേഹം കിടക്കാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനാണ് ഇപ്പോഴുള്ള 4-5 പുസ്തകം എഴുതിയ മുമ്പിലിരിക്കുന്ന 5 പുസ്തകങ്ങൾ എഴുതിയ കാട്ടുകണ്ടി കുഞ്ഞബ്ദുള്ള സാഹിബ് എന്ന അസാധാരണമായ ഇതിഹാസ പുരുഷൻ അതിന് രൂപപ്പെട്ടതാണ്. നിങ്ങൾ വിശ്വസിക്കാൻ കഴിയുമോ എന്നറിയില്ല. ആദ്യ അക്ഷരം എഴുതാൻ വേണ്ടി കൈ അനങ്ങൂല, കാലനങ്ങൂല. പല്ലുകൊണ്ട് ടോപ്പ് കടിച്ച് പിടിച്ച് 2 കൈയും ഇങ്ങനെ പിടിച്ച് പേന തുറന്ന് ആദ്യത്തെ അക്ഷരം എഴുതാനെടുത്ത് 3 മണിക്കൂറാണ്.
ആ എഴുത്ത് നിരന്തരമായ ശ്രമത്തിലൂടെ ഇപ്പോൾ 4 പുസ്തകം, അഞ്ചാമത്തെ പുസ്തകമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകം. അതിന് അദ്ദേഹത്തെ പ്രാപ്തമാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ കഠിനമായ അധ്വാനം, ഇച്ഛാശക്തി, പ്രാർത്ഥന, തീരുമാനം, എന്തും ചെയ്യാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം. അതായത് അദ്ദേഹത്തെ സാധ്യമാക്കി. അപ്പോൾ ആ അർത്ഥത്തിൽ ഉള്ള അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി എന്നോട് നിസ്താർ ആവശ്യപ്പെട്ടു. ആ ഘട്ടത്തിൽ അത് ലേഖനം ഞാൻ റമദാൻ കഴിഞ്ഞ ശേഷം എഴുതി തരാമെന്ന് അദ്ദേഹം ആയിക്കോട്ടെ സമ്മതിച്ചിരുന്നു. പക്ഷേ റമദാൻ കഴിഞ്ഞ് ചോദിച്ചപ്പോൾ അവന് ആ സോവൻ്റെ അച്ചടിക്കാൻ കൊടുത്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആലോചിച്ചു അതൊരു അന്വേഷണമായി. ആ ഘട്ടത്തിലാണ് എൻ്റെ ബഹുമാന്യനായ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ, പ്രത്യേകിച്ചും ഈ സഹോദര സമൂഹങ്ങൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളെല്ലാം അച്ചടിച്ച് സൗജന്യമായി വിതരണം ചെയ്യുന്ന മുഹമ്മദ് ഹാജി സാഹിബ്, ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ കൂടിയായ ബാലിൽ മുഹമ്മദ് ഹാജി സാഹിബ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസമെങ്കിലും പീസ് വില്ലേജിൽ ഒന്ന് താമസിക്കണം, അവിടെയുള്ള ആളുകൾ അനുഭവിച്ചറിയണം, അതൊന്ന് പങ്കുവെക്കണമെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ്, അത് പങ്കുവെക്കുന്നതിനേക്കാളേറെ അത്തരം ഈ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് യഥാർത്ഥ ഉദ്ദേശങ്ങളിൽ അതിമഹത്തായ ഉദ്ദേശമായ അവരുടെ അസാധാരണമായ കഴിവ് കണ്ടെത്തി ലോകത്തോളമായ കഴിവുകൾ എടുക്കുക എന്ന ഉദ്ദേശമായ അത് സാക്ഷാത്കരിക്കപ്പെട്ട വ്യക്തിയെക്കുറിച്ച് പഠനം നടത്താമെന്ന്. ആ പഠനം നടത്താമെന്ന ആഗ്രഹമാണ് ഈ പുസ്തകം യഥാർത്ഥത്തിൽ രചിക്കാൻ പ്രേരകമായ എൻ്റെ അന്വേഷണവും അത് സംബന്ധിച്ചുള്ള യാത്രകളുമുണ്ടാകും. അള്ളാഹുവിൻ്റെ ഒരു അപാരമായ അനുഗ്രഹത്താൽ വളരെ പെട്ടെന്ന്, റമദാനിന് ശേഷമാണ് ആരംഭിച്ചത്, വളരെ പെട്ടെന്ന് 1.5 മാസം കൊണ്ട് ഈ ആളുകളെല്ലാം പോയി കാണുകയും വിവരം ശേഖരിക്കുകയും അത് പുസ്തകമാക്കി രൂപപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ എല്ലാ സാമ്പത്തിക ബാധ്യം ഏറ്റെടുത്തത് നിങ്ങൾക്കറിയാവുന്ന പോലെ ബഹുമാന്യനായ ഹാജി സാഹിബാണ്. അതൊരു ഭാഗത്തുണ്ട്. മറുഭാഗത്തൊരു സ്ഥാപനം ആരംഭിക്കുന്നുണ്ട് ഞങ്ങൾ. അതെന്താണെന്ന് ചോദിച്ചാൽ, അവിടെ നേരത്തെ സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ട വാർദ്ധക്യമുള്ള പ്രായാധിക്യമുള്ള രോഗികളായവരെ സംരക്ഷിക്കുന്ന സെൽവ കെയർ ഹോമുണ്ട്. ആ കെയർ ഹോമിനനുബന്ധിച്ച് അതിന് മുമ്പിൽ ഏതാണ്ട് വിശാലമായ ഒരു മനോഹരമായ സ്ഥലത്ത് ഓട്ടിസം, സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടികൾക്ക് അവരുടെ പരിചരണം, അവരുടെ പരിരക്ഷണം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സംരക്ഷണം, തൊഴിൽ പരിശീലനം ഉൾപ്പെടെ എല്ലാം ആഗ്രഹിച്ചുകൊണ്ട് സ്ഥാപനത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അത് അവർക്ക് മാത്രമല്ല, ശരീരത്തിലെ മനോരോഗികളായ ആൾക്ക്, പേരപ്പിജിയായ ആളുകൾക്ക്, അവർക്കെല്ലാമുള്ള വ്യത്യസ്ത സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള സംരംഭത്തിന് തുടക്കമാണ്. അതും ഈ പുസ്തകത്തിൻ്റെ രചനയിൽ വലിയ പ്രേരകമായി. കാരണം ഇത്തരം ആളുകൾക്ക് ചെന്നെത്താൻ കഴിയുന്ന, നമുക്കൊന്നും എത്താൻ കഴിയാത്ത, ഞാനൊക്കെ ചെയ്തതിന് ഒരു കാര്യത്തിൽ ഞാൻ നല്ല അധ്വാനിച്ച ആളാണ്, കുറേയൊക്കെ പുസ്തകം എഴുതിയല്ലോ. പക്ഷേ എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ ഈ പുസ്തകം ചെയ്യുമ്പോൾ മനസ്സിലായി അതൊന്നുമല്ല എന്ന്. ആ ബോധം എന്നിലുണ്ടാക്കിയ ഈ വികാരം ഈ പുസ്തക രചനയിൽ ഇതിനെ മുന്നോട്ടുള്ള ഒരു കാര്യമായ പങ്കുവയ്ക്കുകയുണ്ട്. ആ അർത്ഥത്തിൽ ആ സ്ഥാപനത്തെക്കുറിച്ച് അത് അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ ഇൻഷാ അല്ലാ ഒരു വർഷത്തിനകം സ്ഥാപനം നിലവിൽ വരും. എൻ്റെ ബഹുമാന്യരായ സഹപ്രവർത്തകരായ മൂസക്കുട്ടി സാഹിബ് ഉണ്ട്, വെട്ടിക്കാട്ടി മൂസക്കുട്ടി സാഹിബ് ഉണ്ട്, അതിൽ ജനറൽ മാനേജർ നൗഫൽ സാഹിബ് ഉണ്ട്. കാരണം ഞങ്ങൾക്ക് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അനുഭവങ്ങൾ സ്വായത്തമാക്കുക, ആത്മാവിനെ ആർജിക്കുക എന്ന് കഴിഞ്ഞ ഈ സ്ഥാപനം ആരംഭിക്കാനുള്ള ചിന്തയുണ്ടായപ്പോൾ തന്നെ ഏതാണ്ട് കേരളത്തിലെ 10-12 സ്ഥാപനങ്ങൾ ഞങ്ങൾ ഈ ആവശ്യാർത്ഥം സന്ദർശിച്ചു. ഇവിടെയും ഞങ്ങൾ വന്നിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്നും ഈ സ്ഥാപനത്തിൽ എന്നോടൊന്നിച്ച് അവരും ഇവിടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ പുസ്തക രചനയ്ക്ക് പ്രേരകമാണ്. ഈ പുസ്തകത്തിന് എന്താണ് നൽകുന്ന സന്ദേശമെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ചും സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു, ഉദ്ഘാടന പ്രസംഗം പറഞ്ഞു, പിന്നെ സ്വാഭാവികം ഇദ്രീസ് സാഹിബും അതെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നു, നമുക്കെല്ലാം സ്വാഭാവികമായും ഇത്തരം ആളുകളല്ല, ഇത് ഇടയ്ക്ക് പലപ്പോഴുമൊക്കെ ശാരീരികമായി പിന്നെ തളർന്ന ആളുകളുണ്ട്. കണ്ട് കുഞ്ഞബ്ദുള്ള സാഹിബെ പോലെ നല്ല ആരോഗ്യവനായ കച്ചവടക്കാരനായുണ്ട്. പക്ഷേ കുഞ്ഞബ്ദുള്ള സാഹിബ് പറഞ്ഞൊരു വാചകം ഞാൻ മറക്കുകയില്ല. എന്താണെന്നറിയോ, ഞാൻ ഒരു കച്ചവടക്കാരനായി മരിച്ചു പോകുമായിരുന്നു ഈ അപകടം പറ്റിയില്ലായിരുന്നെങ്കിൽ. ഈ അപകടം പറ്റിയതുകൊണ്ട് എനിക്ക് ഒരുപാട് ആളുകൾക്ക് സേവനം ചെയ്യാൻ കഴിഞ്ഞു, ഒരുപാട് ആളുകൾ അറിയാൻ കഴിഞ്ഞു, ഈ ലോകത്തെ എനിക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്ന അപകടത്തെ അനുഗ്രഹമായി കണ്ട കുഞ്ഞബ്ദുള്ള സാഹിബ് എന്ന വ്യക്തി നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം മാത്രമല്ല, എൻ്റെ തോരപ്പ മുസ്തഫ സാഹിബുണ്ട്. അദ്ദേഹം നിങ്ങൾക്കറിയാവുന്ന ഒരു അപകടം പറ്റിയതുകൊണ്ട് മാത്രം ഇതിഹാസ സമാനമായ കണ്ടുപിടുത്തം നടത്തിയ അതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് നമുക്ക് നൽകുന്ന ഒരുപാട് പ്രചോദനങ്ങളുണ്ട്. പുസ്തകം വായിക്കുന്നത് തന്നെ എനിക്കതിൽ പറയാനുള്ള കാര്യങ്ങളുണ്ട്. അതാണ് എൻ്റെ ആമുഖഭാഷം. അള്ളാഹു എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാം പ്രത്യേകിച്ചും ഈ ആളുകൾക്ക് ഞാൻ എൻ്റെ പുസ്തകത്തിൽ ആമുഖത്തിലൊരു സന്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചിലർക്ക് കൈകൾക്ക് പ്രയാസമുണ്ട്, കാഴ്ചയില്ലാത്തവരുണ്ട്. കാഴ്ചയില്ലാത്തവരെക്കുറിച്ച് അനേക വർഷങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഞാൻ എഴുതിയല്ല ചെയ്ത്, അള്ളാഹു അവർക്ക് 16 ആയത്തുകളിലൂടെ അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അക്കാര്യം ഞാൻ നേരത്തെ എൻ്റെ പ്രകാശേഖയെക്കുറിച്ച് 16 ആയത്തുകളിലൂടെ കണ്ണു കാണാത്തവർക്ക് വേണ്ടി സംസാരിച്ച അള്ളാഹുവിൻ്റെ
വാക്യങ്ങൾ ഞാൻ സ്വാഭാവികം കേരളീയ സമൂഹത്തോട് ആ തലത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് അവർക്കെല്ലാം കണ്ണില്ലാത്തവർക്ക് കണ്ണുണ്ടാവുന്ന, കണ്ണുള്ളവർക്ക് കണ്ണില്ലാതായി മാറുന്ന, കൈകാലുള്ളവർക്ക് ഇല്ലാതായി മാറുന്ന, ഇല്ലാത്തവർക്കുണ്ടാവുന്ന, കറുത്തവർ വെളുത്തവരാകുന്ന, വെളുത്തവർ കറുത്തവരാകുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്ത് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ, തുണക്കുമാറാവട്ടെ. വാഹൃദാവന അസ്സലാമു അലൈക്കും വാഹ്മത്തുള്ളാഹി.